ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ് റിഫാർ ഫാം വ്ളോഗ്. അപ്പോൾ ഗൈസ്, ഇന്നല്ല രാത്രി 12 മണിക്ക് റിഫയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ റിഫ അറിയാതെ നമ്മൾ റിഫൊക്കെ കണ്ടിട്ട് ഇതാ മറ്റേ സാധനം എന്താ പറയുക, ഗിഫ്റ്റ് ഉണ്ട്. റിഫക്ക് ഇത് അറിയില്ല, സെറ്റാക്കി വെക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ നേരെ വീഡിയോയിലോട്ട് പോകുന്ന മുന്നേ ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നമുക്ക് നേരെ വീഡിയോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതാ ഈ സാധനം ആദ്യം പറിച്ചെടുക്കുന്നുണ്ട്. മറ്റേ ഈ ഉമ്മേന് ക്യാമറ എടുക്കുന്നത്. നമുക്കിത് മെല്ലെ മെല്ലെ പറിച്ചു. അപ്പോൾ ഗൈസ്, ഇതാ ഞങ്ങൾ മോൾക്കുള്ള ഗിഫ്റ്റ് വെക്കാൻ പോവുകയാണ്. നമുക്കിത് ഗിഫ്റ്റ് വെക്കാം. നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. ഫ്രണ്ട്സ്, നമ്മളിത് പേര് ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കാനാണ്. കനിയൻ്റെ വക കേട്ടോ. ഇന്ന് 12 മണിക്കാണ് ഞങ്ങളിത് കൊടുക്കുക. ഇന്ന് 12 മണിക്ക് നമ്മൾ കൊടുക്കുന്നതാണ് അല്ലേ? ഹാപ്പി ബർത്ത്ഡേ. ശരിക്കും ഒന്ന് ശരിച്ചിട്ടു ഇങ്ങനെ വെക്കാമല്ലേ ഫ്രണ്ട്സ്? നമുക്കിത് ഇവിടെ ഒട്ടിച്ച് വെക്കാം. ഒട്ടിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് റിഫക്ക് രാത്രി 12 മണിക്ക് കൊടുക്കാം ഫ്രണ്ട്സ്. അപ്പം നമ്മൾ റിഫക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് കാണിച്ചു തരാം. എന്താ ഈ ടേബിളിൻ്റെ അടുക്കൊക്കെ എന്താണ് മകളെ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഫ്രണ്ട്സ് അവിടെ ഇപ്പൊ കോളിങ്ങിലാണ്. ഇപ്പച്ചി പറഞ്ഞോട് ഒരു ഉമ്മ കൊടുത്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ വെച്ചാൽ അത്ര ഉള്ളു. ഇപ്പച്ചി വന്നാൽ ഇപ്പച്ചിയുടെ ചക്കട പാതി കൊടുത്താളെ. കാണിച്ചെടുത്താ എടി, കാണിച്ചെടുക്ക്. എന്താ ഒരു ഇതില്ലാതെ ഇതൊക്കെ ഉണ്ടോ? അൺബോക്സ് ചെയ്ത് കാണിച്ചു കൊടുത്താളെ. എങ്ങനെയുണ്ട്? ഹൗ ഇസ് ഇറ്റ്? അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നത്? പ്രതീക്ഷിച്ചിരുന്നോ? എന്നാ അൺബോക്സ് ചെയ്തോ. എൻ്റെ ഫേസ് ആണോ? ഞാനിത് 0.5 എടുത്തുന്ന ഇതപ്പോ മൊത്തത്തിൽ കിട്ടുന്നുണ്ട്. വേറെ നോക്കി ജീൻസ് ബാഗി ഉണ്ട്. പരിചയപ്പെടുത്തി കൊടുക്ക്. അടുത്തത് കാണിച്ചു കൊടുക്ക്. തുറന്നോക്ക്. എന്താണത് നോക്കൂ. ഇത് അടിപൊളി. ഇത് ഇഷ്ടായോ? അതാണ് എടുക്ക. ടൈം കറക്റ്റ് ആട്ടോ. ഇത് നീ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. ഇതൊമ്മ ക്യാമറ പിടിച്ചെടുത്താ ഞാൻ ഒരിക്കലും യൂസ് ചെയ്യണ്ട് പറഞ്ഞു. പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് എന്റെയും ഉപ്പയ്ക്ക്. ഞാനോ ഇത് പിടി. അപ്പൊ ഫ്രണ്ട്സ്, ചോക്ലേറ്റ്സ് അതൊക്കെ റഫാന്റെ വകട്ടാ. ഇതാ റഫാൻ വാച്ച് എങ്ങനെ ഉണ്ട് എന്നുള്ള കാണിച്ചു കൊടുക്കും. പ്ലാസ്റ്റിക്കിന്റെ റാപ്പ് വാച്ച് കാണിച്ചു കൊടുക്കും മകളെ. വാച്ച് ഇതാ എന്റെ മകൾ ഇങ്ങനെ ഒരു വാച്ചിക്ക് പറയലോ. സെലക്സിന്റെ ഒരു ബ്രാൻഡാണ്. നല്ല ബ്രാൻഡാണ്. ഇഷ്ടായില്ലേ? ഇട്ടെടുക്കാം. ഇത് എന്നും എന്റെ കൈമ കാണണം. നല്ല പാകാതി കണ്ടതൊക്കെ. ഇത് ഞാനും ഉപ്പയും പ്ലാൻ ചെയ്തിട്ട് മേടിക്കാനല്ലേ കണ്ടോ. ഇത് കൊള്ളാം കേട്ടോ. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഇതിങ്ങനൊക്കെ കുറച്ച് നാളെ ഇതിട്ട് പോകും എന്നതായിരിക്കും. നാളെ കൈസക്ക് ഷൂട്ട് ഉണ്ട്. അപ്പം ഞാനിതിട്ട് പോകുന്നതായിരിക്കും.
കഷ്ടപ്പെട്ട് നമ്മൾ വാച്ചൊക്കെ ഇട്ടെടുത്തിട്ട് ഇഷ്ടപ്പെട്ടു ഭംഗിയുണ്ട് അംബാസഡർ എങ്ങനെയുണ്ട് നമുക്ക് നിരിപ്പ എന്നും ഇത് കെട്ടുന്നതായി. അതെ അതെ അതെ. ഞാൻ ട്യൂഷന് പോകുമ്പോ സ്കൂൾക്ക് പോകുമ്പോ ഇപ്പാക്കും കൊടുത്ത ചോളി മിഠായി ഇത് എടുത്തോ ഇപ്പ ഇതിവിടെ നാട്ടിൽ കിട്ടുമ്പോ അപ്പം ഇത് ഞാൻ നാളെ രാവിലെ ഗായ്സ് നമ്മളെ കിരിക്കാട്ട് ഇതിന്റെ വക കേട്ടോ. നന്ദി നമ്മളോട് ഇപ്പം വേണോ അറിഞ്ഞില്ല. ഓക്കെ ഹാപ്പി ബർത്ത്ഡേ ചക്ക ചക്ക ആയിട്ടില്ല. ഞാൻ മുറുക്കുമ്പോ വെക്കാ മതി. ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇവരിതൊക്കെ ഓ ഭാഗ്യം. കട്ടലൊക്കെ കുടുങ്ങിട്ട് നടക്കട്ടെ. വെല്ല മെല്ലെ ഇതാ ഹാപ്പി ബർത്ത്ഡേ. പകരുത്ത് കാണിച്ചു കൊടുക്കണം. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ ഇപ്പ ബ്ലൂബെറി ഒന്നും കിട്ടിയില്ല ഡി. അപ്പൊ ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരോടും ഞാൻ കേക്ക് കട്ട് ചെയ്യണ അടിയന്തര ചടങ്ങിലോട്ട് കൈ അടിച്ചോളി. മത്തിരി എടുത്തിക്കുന്ന ആളി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ 3 യു, ഹാപ്പി ബർത്ത്ഡേ 1 യു, ഹാപ്പി ബർത്ത്ഡേ റിഫ യു. ഗൈസ് ദാ റിഫ കേക്ക് മുറിച്ചിട്ടുണ്ട്. ഐശ്വര്യമായിട്ട് ഉമ്മാക്കാണ് കൊടുക്കുന്നത് അതോ റിഫക്കാണ് കൊടുക്കുന്നത്? പിന്നെ അമ്മക്ക് പിന്നെ മറക്കല്ലേ. പിന്നെ ഹലോ ഇപ്പ ഇവിടെ ഒരു അനിയുണ്ട്. നല്ലപോലെ എടുക്ക. അവിടെ അവിടെ നല്ലപോലെ ആക്കട്ടെ. ആൾക്ക് തരണ്ട നീ അപ്പൊ ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാന് ഗിഫ്റ്റ് എന്തെങ്കിലും ഉണ്ടാകാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല. നല്ല ഇഷ്ടമായി സത്യം പറഞ്ഞാൽ. കുറെ ആയി ഞാൻ ഒരു വാച്ചിന് പറഞ്ഞിട്ട് അങ്ങനെ നല്ല അടിപൊളി വാച്ച് തന്നെ കിട്ടി. പിന്നെ അതാ കേക്കും ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവര് വാങ്ങിയത് ഞാൻ അറിഞ്ഞിട്ട് ഇതൊക്കെ ഇന്ത്യയും ഇമ്മാന്റെയും ഇപ്പാന്റെയും പ്ലാൻ ആയിരുന്നു. പ്ലാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവര് എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഞാൻ ഇത്രക്ക് ഈ വാച്ചൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഡ്രസ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് വിചാരിച്ച ഡ്രസ്സുണ്ട്. പിന്നെ അതാ വാച്ച് പിന്നെ കേക്ക്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ബർത്ത്ഡേ എനിക്ക് ഇഷ്ടമായി. അപ്പം ഇനി എല്ലാവരും എന്നെ വിഷ് ചെയ്യുക. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലായിടത്തും സ്റ്റോറിയൊക്കെ ഇടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാളെ രാവിലെ കാണാൻ. അങ്ങനെ ഞാനിതാ എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്നലെ വരെ തന്ന ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. പാൻറ്റ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ പാൻറ്റിക്ക് ചെറിയ ലൂസ് ഉണ്ട്. അതും റെഡിയാക്കി തന്നു. പാൻറ്റ് ഞാൻ ഇട്ടിട്ടില്ല. പാൻറ്റ് ഞാൻ വേറെ പാൻറ്റ് ഇട്ടേക്കാണ്. എന്താ പറയുക ഷൂട്ടുണ്ട്. അതിന് പോവാണ്. അപ്പം ഷൂട്ടിന് 18-ാം തീയതി ഉണ്ടായിരുന്നു. എന്നിട്ട് അതേ സെയിം ഔട്ട്ഫിറ്റ് വേണം. അപ്പം ഇത് നമുക്ക് അവിടെ നിന്ന് മാറ്റാം. പക്ഷേ പാൻറ്റിക്ക് വേഗം മാറ്റാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പാൻറ്റ് ഞാൻ ഇട്ടിട്ടില്ല. ഇനി ഒരു ചെറിയൊരു പിക്ക് എടുക്കട്ടെ.